Vietnam has a crazy long history. Ancient kingdoms മുതൽ Chinese rule വരെ. Then French colonization happened and Ho Chi Minh led the independence fight in 1945. വാർ കഴിഞ്ഞ് 1975 the country became one under communism. ഇന്ന് ഹിസ്റ്ററിയും മോഡേൺ ലൈഫും മിക്സായ ഒരു ഹോൾ വൈബാണ് വിയറ്റ്നാം. ഇവിടെ ഹിസ്റ്ററി ഈസ് ഇൻ ജസ്റ്റ് ഇൻ ബുക്സ്, യു ആക്ച്വലി ഫീൽ ഇറ്റ് എവ്രിവെയർ. ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷൻ ഇസ് ലൻ ഹാ ബേ ക്രൂസ്. ഹനോയിൽ നിന്ന് 3.5 hours ട്രാവലാണ് ഉള്ളത്. ബസ്, ഫെറി ആൻഡ് ബസ്, ഇങ്ങനെയാണ് നമ്മൾ അവിടെ എത്തുക. കാറ്റ് ബാ ഐലൻഡിലാണ് ലൻ ഹാ ബേ ഉള്ളത്. വിയറ്റ്നാമിൽ വന്നാൽ പൊതുവെ എല്ലാവരും ഹാലോങ് ബേ ആണ് ചൂസ് ചെയ്യാറ്. പക്ഷേ ലൻ ഹാ ബേനെ കാമർ ട്വിൻ ഓഫ് ഹാലോങ് ബേ എന്നാണ് പറയുന്നത്. ഇവിടെ കുറച്ച് ലെസ് ക്രൗഡഡ് ആയിരിക്കും, പക്ഷേ വിത്ത് ദ സെയിം ബ്യൂട്ടി. കാറ്റ് ബാ എന്ന് പറഞ്ഞാൽ ഐലൻഡ് ഓഫ് വിമൻ എന്നാണ് അർത്ഥം. വാറിൻ്റെ സമയത്ത് മെന്നെല്ലാം വാറിന് പോകുമ്പം ഈ ഐലൻഡ് വിമൻ മാത്രമായിരുന്നു മെജോറിറ്റി. അങ്ങനെയാണ് ഈ പേര് വന്നത്. ഇവർക്ക് നൈറ്റ് ക്രൂസും ഡേ ക്രൂസും അവൈലബിൾ ആണ്. നമ്മൾ ചൂസ് ചെയ്തത് ഡേ ക്രൂസാണ്. ക്രൂസിലോട്ട് പോകുന്ന വഴി നമുക്ക് ഫ്ലോട്ടിംഗ് വില്ലേജ് കാണാം. They are centuries old villages where people built houses on water because there was no flat land to live on. Thank you. Yes. Good table. എന്താ സാധനം? ചായ ആണോ? എന്റെ സാധനം ഇവിടെ തന്നെ. Fried rice. Your plate is full already. What is this roll with it? I'm hungry. ഇവിടുത്തെ വെള്ളം കണ്ടോ? ഇറ്റ്സ് ഗ്രീനിഷ് വെള്ളമാണ്. എനിക്ക് ഫുഡ് കഴിച്ച് തീർക്കാൻ കുറച്ച് സമയം എടുത്തോണ്ട് അവർ മേളിൽ പോയി. Let me find them. ഒരു ഓട്ടമായിരുന്നു. നമ്മൾ വില്ലേജിൽ പോയില്ല, കുറേ നേരം ക്രൂസിൽ സ്പെൻഡ് ചെയ്യാന്ന് വെച്ചിട്ട്. പക്ഷേ പിന്നെയാണ് കാര്യം മനസ്സിലായത്, ബോട്ട് കുറവാണ്. ആക്ച്വലി കുറച്ച് നേരത്തെ ഇറങ്ങണമായിരുന്നു. ഞങ്ങൾ കുറച്ച് ഇറങ്ങാൻ വൈകി. അവസാനം ഒരു ഓട്ടത്തിൽ ഓസ്മോൻ്റെ ചെസ്റ്റ് മൗണ്ട് പോലും എടുക്കാണ്ട് ക്യാമറ മാത്രമായിട്ട് എടുത്തുകൊണ്ട് വന്നു. എന്തൊക്കെയോ ഡ്രസ്സ് എടുത്തിട്ടു. വാട്ട് ഡു യു തിങ്ക് ഇസ് ഇൻസൈഡ് ദാറ്റ്? Oh my God. Wow. എല്ലാം ഷടപടേന്നായിരുന്നു. ഒരു ഭയങ്കര റഷായിരുന്നു. ഐ വോണ്ട് സജസ്റ്റ് യു ഗൈസ് ടു ടേക്ക് എ ഡേ ക്രൂസ് ഇഫ് യു ആർ ഇൻ വിയറ്റ്നാം. കുറച്ച് നമ്മൾ ആ വില്ലേജിൽ പോകാണ്ടിരുന്നുകൊണ്ട് മാത്രം കുറച്ച് നേരം എങ്കിലും നമുക്ക് കിട്ടി. ക്രൂസ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പം ഭയങ്കര ടയർഡായിരുന്നു. ഇന്ന് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്നത് കാറ്റ് ബാ ഐലൻഡിൽ തന്നെയാണ്. കാറ്റ് ബാ ഐലൻഡിലെ ഫേമസ് റൈഡാണ് മാരിയോ കാർട്ട് റൈഡ്സ്. 4 പേർക്ക് 2 lakhs വേണ്ടിയാണ്. And we had so much fun. Wow! Hi! 15 to 20 minutes ആണ് ഇതിൻ്റെ ടൈം. റൈഡ് കഴിയുമ്പോൾ നമ്മളെ വിളിക്കാനായിട്ട് ആൾ വരും. അങ്ങനെ നമ്മുടെ ആൾ വന്ന് നമ്മൾ നിർത്താൻ പോവാണ്. നമ്മളെയാണ് വിളിക്കണേ. ഓക്കെ. ഷി വാസ് വെരി ഗുഡ്. നമ്മളോട് ഇങ്ങോട്ട് ഫോട്ടോ എടുക്കണമെന്നൊക്കെ ചോദിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു തന്നു. ഫോട്ടോ
റൈഡ് ചെയ്ത് കൊതി തീരാത്തതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ട് ഒന്നുകൂടെ തിരിച്ചു വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അതൊരു 1.5 വരവായിരിക്കുമെന്ന് ഞങ്ങൾ വിചാരിച്ചില്ല. തിരിച്ചെത്തിയപ്പോഴേക്കും ആദ്യത്തെ ടീം ക്ലോസായി. ഇത് വേറൊരു ടീമായിരുന്നു. 2 lakhs വേണ്ടിയായ സാധനം 4 lakhs വേണ്ടിയാണ് പുള്ളിക്കാരി ചോദിച്ചത്. ആദ്യത്തെ സ്ഥലത്ത് 2 lakhs ചെയ്തെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരി എങ്ങോട്ട് പോയി കിടന്നുറങ്ങാൻ പോകും. വേറെ വഴിയില്ലാത്തതുകൊണ്ട് അങ്ങനെ ഡബിൾ പ്രൈസും കൊടുത്ത് ഞങ്ങൾ വീണ്ടും കയറാണ്. ഫോണൊക്കെ മാറ്റി വെച്ച് ആസ്വദിച്ച് ഓടിക്കാമെന്ന് വിചാരിച്ചപ്പോഴാണ് പുള്ളിക്കാരി നമ്മളെ ചേസ് ചെയ്ത് പിടിച്ച് നിർത്താൻ പറഞ്ഞത്. അതും 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും. എക്സ്ട്രാ പേയ്മെൻറ്റ് ചോദിക്കുന്നതാണ് ഈ കാണുന്നത്. ചെരുപ്പെടുത്ത് എക്സ്ട്രാ പേയ്മെൻറ്റ് ചോദിക്കുകയാണ് നമ്മളോട്. അപ്പോഴാണ് വണ്ടിയില്ലാതെ നമ്മുടെ ഫ്രണ്ട് നടന്നു വരുന്നത്. വണ്ടി സ്ലോ ആയതുകൊണ്ട് ഈ ചേച്ചി 2 പ്രാവശ്യം അവനെ ചവിട്ടും. അതുകൊണ്ട് ആ വണ്ടി അവിടെ ഇട്ട് അവൻ അടുത്ത വണ്ടി എടുക്കാൻ വരുന്നതാണ് ഈ കാണുന്നത്. പിന്നെ സംഭവിച്ചത് I'll be back. Please. I'll be back. Oh my! Don't do this. Don't worry. Very bad. Oh my! Very bad. തലേ ദിവസത്തെ സംഭവം ഒന്ന് മറക്കാൻ കുറച്ച് സമയമെടുത്തു. കുറേ ചിരിച്ചു, കുറേ ചിന്തിച്ചു. എന്തെങ്കിലും ആവട്ടെ എന്ന് വെച്ച് കാറ്റ്ബാ എക്സ്പ്രസ്സിൽ തിരിച്ച് ഹാനോയ് എത്തി. അടുത്ത ഡെസ്റ്റിനേഷനോട്ട് നമ്മളങ്ങനെ പോവാണ്. Now we are leaving Hanoi.